guys, welcome back to another video. This is me Adul and you are watching Max Vlogs. Guys, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കണ്ടോ? വണ്ടിയിൽ കണ്ടില്ലേ? ഇഷ്ടംപോലെ ചെളിയും കാര്യങ്ങളും. വണ്ടിയുടെ ചുറ്റും ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അലോയ്സിലൊക്കെ കണ്ടില്ലേ? കണ്ടോ ഗൈസ്? ഇത്രയും കണ്ടമാനം പൊടിയാണ് വണ്ടിയിലുള്ളത്. അപ്പം നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഇതെങ്ങനെ കുട്ടപ്പനാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. വണ്ടി നനച്ചു കൊടുക്കുമ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പതുക്കെ ഈ സൈഡിലേക്ക് വേണം വരാൻ. എന്നിട്ട് വേണം നമ്മൾ താഴത്തേക്ക് പോകാൻ. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ടയറിൻ്റെ ഏരിയ, പിന്നെ ആ എൻജിൻ സൈഡിൻ്റെ ഏരിയ, പിന്നെ ഫ്രണ്ടിലത്തെ അലോയ്, അവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കം തന്നെ നനച്ചു കൊടുക്കാം. വണ്ടി മൊത്തത്തിൽ നമ്മൾ ആകെ ഒന്ന് നനച്ചു കൊടുക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നല്ലപോലെ നമ്മൾ വണ്ടീനെ നനച്ചു കൊടുക്കണം. ഓഫ് ചെയ്തോടാ. ഇപ്പോൾ നമ്മൾ വണ്ടി മൊത്തം നനച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നനക്കണം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ അതിന് തുടക്കത്തിൽ മുകളിലൂടെയൊക്കെ ചെറിയ പൊടികളുണ്ടാവും. ജസ്റ്റ് ഒന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ റിമൂവ് ആയി പോണ കുറച്ച് ചെളികളുണ്ടാവും. അതൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ആവും. ഈ മുകളിൽ നിന്ന് നമ്മൾ പയ്യെ നനച്ചു കൊടുക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ എന്തായാലും മുകളിൽ നിന്ന് തന്നെത്താനെ വാഷ് ഔട്ടായി പോകും. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്കിനി ഫോം ഉണ്ടാക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം നോക്കാം. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റാണ് 3mm കാർ ഷാമ്പു. നമുക്ക് ഫോം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബക്കറ്റിൽ 10% ഓഫ് വെള്ളം എടുക്കണം. മതി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മതി. എന്നിട്ട് നമ്മൾ കാർ ഷാമ്പു എടുക്കണം. ബക്കറ്റിലേക്ക് ഷാമ്പു ഒഴിക്കണം. ഇത്രയും നമുക്ക് മതിയാവും ഷാമ്പു. ഫോം ഉണ്ടാക്കിയെടുക്കുക. കൈയിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടില്ല? നല്ലപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പതക്കി കൊടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കും തോറും നന്നായിട്ട് ഇങ്ങനെ ഫോമായി വന്നുകൊണ്ടിരിക്കും. ഇതേ കണ്ടോ? ഫോമായി ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ്? നല്ലപോലെ ഫോമായി വരുന്നുണ്ടോ? കണ്ടോ? നമ്മളൊന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കും തോറും ഇതിങ്ങനെ പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും. സാധാരണ എല്ലാവരും ക്ലിനിക് പ്ലസ് അതുപോലുള്ള ഷാമ്പൂസ് ഉപയോഗിച്ചാണ് വണ്ടി ഫോം ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക് പ്ലസ് പോലുള്ള ഷാമ്പൂസ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തല ഡ്രൈ ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ ഇത് യൂസ് ചെയ്യുമ്പോഴും. അത് നമ്മുടെ വണ്ടീനെ ഡള്ളാക്കും. അപ്പോൾ നമ്മുടെ ഷൈൻനെസ്, അതായത് ഒരു പുതുമ ഇല്ലാതായി മാറുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് 3mm കാർ ഷാമ്പൂ ആണ്. ഇതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരിക്കലും ഡ്രൈ ആവില്ല. പിന്നെ ഇത് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഷൈനിങ്ങിനെ ഇതൊരിക്കലും ബാധിക്കില്ല. ഇത് വെച്ച് വാഷ് ചെയ്താൽ നമ്മുടെ വണ്ടി ഷൈനി ആയിട്ട് തന്നെ ഇരിക്കും. വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. വണ്ടി വാഷ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരുടെയും കയ്യിൽ എന്തായിരിക്കേണ്ട ഒരു ക്ലോത്താണ് മൈക്രോഫൈബർ ക്ലോത്ത്. നമ്മളെപ്പോഴും വണ്ടി വാഷ് ചെയ്യുമ്പോൾ ഈ മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ ഇഷ്ടംപോലെ സാധാരണ കാണാൻ പറ്റാത്ത ടൈപ്പ് ചെളിയും കാര്യങ്ങളും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോത്ത് വെച്ച് നമ്മളിത് വെച്ച് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ അത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. ഈ മൈക്രോഫൈബർ ക്ലോത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്ക്രാച്ച് വീഴില്ല. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ചെളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിനി വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. ക്ലോത്ത് എടുത്ത് നമ്മൾ ഫോമിലേക്ക് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വേണം അത് കുറച്ച് നന്നായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് തേച്ച് ഫോം നല്ലപോലെ.
മുകളിൽ നിന്ന് തുടങ്ങണം. മുകളിൽ നിന്ന് തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി ചെളിയും കാര്യങ്ങളും മണ്ണും അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിൽ ആ മണ്ണും കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഫൈബർ പാർട്സ് ഒക്കെ ഇല്ല, ഇവിടെയൊക്കെ നല്ലപോലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മുകളിൽ നിന്ന് തുടങ്ങാനായിട്ട് നല്ലതെന്ന് പറയുന്നത്. വണ്ടിയൊക്കെ നല്ല ഫോം വാഷൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഫോമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഇപ്പം തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ പോയപ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു എടുപ്പ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ടായിരുന്നു, അലോയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ടോ, ഒന്നുമില്ല, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ഫോമിട്ട് മൈക്രോഫൈബർ ക്ലോത്ത് ഇട്ട് ഫുള്ള് വാഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർ വാഷ് ചെയ്തു. അപ്പോൾ തന്നെ കണ്ടില്ലേ, വണ്ടി നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി വേറൊരു മൈക്രോഫൈബർ ക്ലോത്ത് എടുത്ത് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഒരിക്കലും വണ്ടി ഇങ്ങനെ നനച്ചിട്ടിട്ട് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽ പാർട്സൊക്കെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ മൈക്രോഫൈബർ ക്ലോത്തോടെ നമ്മൾ വാഷ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു മൈക്രോഫൈബർ ക്ലോത്ത് എടുത്ത് ഇത് മൊത്തം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കണം. കയ്യിൽ വേറൊരു മൈക്രോഫൈബർ ക്ലോത്ത് ഉണ്ട്, മറ്റേത് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് വാഷ് ചെയ്ത്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ പയ്യെ ഇങ്ങനെ വൈപ്പ് ഇടുമ്പോൾ തന്നെ അവിടെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഇങ്ങനെ മൊത്തം ഡ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ആ വെള്ളം മൊത്തം ആ ഭാഗത്തു നിന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പോകും. അപ്പോൾ നമുക്കിനി മൊത്തം വൈപ്പ് ചെയ്തെടുത്തിട്ട് കാണാം. നമ്മുടെ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലും പിന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും വണ്ടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 മിനിറ്റ് ഇത് ഇവിടെ ഇങ്ങനെ വെറുതെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് അതിനകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗമൊക്കെ നല്ലപോലെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വണ്ടി ഇതുപോലെയൊക്കെ ഷൈനിങ് ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് ഭയങ്കര പാടാണ് വണ്ടി. അപ്പോൾ ഇങ്ങനെ ഷൈനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് 3mm ലിക്വിഡ് വാക്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതുപോലെയൊക്കെ ഷൈൻ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വാക്സ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പോട്ട് പോലെ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ സർക്കുലർ മോഷനിൽ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാക്സ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഷൈനിങ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര ഡള്ളായതുപോലെയൊക്കെ നമുക്ക് തോന്നും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വണ്ടിയിൽ ആ കോമ്പൗണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വാക്സ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ ഡള്ളായിരിക്കണ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്നും കൂടി ഇങ്ങനെ റബ്ബ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് പയ്യെ അത് ഷൈനി ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കോമ്പൗണ്ടിനകത്ത് പറ്റി പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക്, ആ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഇതാ ഈ ഭാഗമൊക്കെ കണ്ടില്ലേ, ഈ മാറ്റായിട്ട് കാണുന്ന ഭാഗം, പിന്നെ അത് ഈ അടിയിലുള്ള ഭാഗം, ഇതൊക്കെ നല്ല ബ്ലാക്കിഷായിട്ട്, നല്ല ബ്രൈറ്റ് ബ്ലാക്കിഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പ്രൊഡക്റ്റ് കൂടി യൂസ് ചെയ്യാനുണ്ട്. ഈ വാക്സ് നമുക്ക് ഇവിടെ സെറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ആ ബ്ലാക്കിഷ് കോമ്പൗണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ മാറ്റ് കളർ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഈ പ്രൊഡക്റ്റ് 3mm തന്നെ ഡാഷ്ബോർഡ് ക്ലീനറാണ്. ഈ മാറ്റ് കളറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ഡാഷ്ബോർഡ് ക്ലീനർ ഉപയോഗിച്ചതിൻ്റെ വ്യത്യാസം ഇതാ, ഈ പാർട്ടിൽ നമ്മൾ ഡാഷ്ബോർഡ് ക്ലീനർ ഉപയോഗിച്ചു, കണ്ടോ ഈ പാർട്ട് കണ്ടോ, ഇതാണ് ഇതും യൂസ് ചെയ്യാത്ത സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. ഞാനിനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചത്. കണ്ടില്ലേ, അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഭാഗം നമ്മളിപ്പോൾ ഇതാ ഇവിടെ അപ്ലൈ ചെയ്തു, കണ്ടില്ല അടിയിലത്തെ ഭാഗം, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തു, വ്യത്യാസം കൊണ്ട്. ഈ വാക്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് അത് അവിടെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഡാഷ്ബോർഡ് ക്ലീനർ യൂസ് ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ വാക്സ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഡള്ളായിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മളൊരു മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഇതാണ്ടോ ഷൈനിങ് ഒന്ന് പറയുന്നത് കണ്ടില്ലേ, നന്നായിട്ട് ഷൈനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വാക്സ് യൂസ് ചെയ്തപ്പോൾ ഷൈനിങ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ വാക്സ് അപ്ലൈ ചെയ്തിട്ട് എത്രത്തോളം നമ്മളിങ്ങനെ ക്ലോത്ത് വെച്ച് സർക്കുലർ മോഷനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു, അതായത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നു, അത്രത്തോളം ഇത് ഷൈനിങ് ആയി കിട്ടും. കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ നല്ല ഷൈനിങ്ങോടെ കിട്ടിയേക്കുന്നത് കണ്ടില്ലേ. നമുക്ക് വാക്സ് ഇപ്പോൾ എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫൈബർ പാർട്സ്, അതുപോലെ തന്നെയുള്ള എല്ലാ മെറ്റൽ സ്ഥലത്തും നമുക്ക് വാക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ കംപ്ലീറ്റ് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം, ഷോർട്ട് വീഡിയോ. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്ന ടയർ ഡ്രസ്സർ, അതുപോലെ തന്നെ വാക്സ്, ഇതെല്ലാം സ്ലിപ്പറി ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ടയറിൽ ഇതൊക്കെ ഒന്ന് വീഴാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് സ്ലിപ്പറി കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ടയറിലൊക്കെ വീണ് കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ വണ്ടി മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, പൊടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഷൈനി ആയിട്ടിരിപ്പുണ്ട്. നമ്മളപ്പോൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. വണ്ടി നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ.